ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു സമയം ആണ് ഇന്നിപ്പോൾ പ്രതിനിധി സമ്മേളനം ആരംഭിക്കാൻ പോകുന്നു. ആ ഘട്ടത്തിലൊരു കാര്യം, ഇപ്പം കേരള സർക്കാർ, കേരളത്തിലെ ഇപ്പോൾ രാജ്യത്തെ ഒരു വളരെ ശക്തമായ ഒരു ഓൾട്ടർനേറ്റ് സർക്കാർ എന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന നിങ്ങളുടെ സർക്കാരിനെ സംബന്ധിച്ച്, കേരളത്തിലെ ഇടത് സർക്കാരിനെ സംബന്ധിച്ച് ഈ പാർട്ടി കോൺഗ്രസ് എങ്ങനെയൊക്കെ തരത്തിലുള്ള ഒരു വിലയിരുത്തലുകൾക്ക് വിധേയമാകും? പ്രത്യേകിച്ച് വികസന നവകേരളത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ സംസ്ഥാന സമ്മേളനത്തിൽ രൂപപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതെ, നിലനിൽക്കുന്ന സാഹചര്യങ്ങളൊരു ബദലാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ചിലർ പറയും നയവ്യതിയാനം, ഇത് നയ തുടർച്ചയാണ്. കാരണം ആദ്യത്തെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അന്നത്തെ ബജറ്റിൽ അന്നത്തെ ധനകാര്യ മന്ത്രി ഒരു കാര്യം പറയുകയുണ്ടായി. കേരളത്തിൽ സ്വകാര്യ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് ആ വ്യവസായങ്ങൾക്കകത്ത് സർക്കാർ ഓഹരി എടുക്കും. അന്ന് PPP ഒന്നും കേട്ടിട്ടേ ഇല്ല. സി അച്യുതമേനോനാണ് ധനകാര്യമന്ത്രി. അദ്ദേഹം പറഞ്ഞപ്പോൾ സർക്കാർ പങ്കാളിത്തം സ്വകാര്യ മേഖലയിൽ എന്നുള്ളത്. ഇന്നിപ്പോൾ സർക്കാരിന് ആവശ്യമായ സ്ഥലങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ അന്ന് സ്വകാര്യ സംവിധാനത്തിനുൾപ്പെടെ അത്തരം കാര്യങ്ങളൊന്നും കേട്ടുകേൾവിയില്ലാത്ത കാലത്ത് പോലും പങ്കാളിത്തം കൂടി എങ്ങനെ വ്യവസായങ്ങൾ ആരംഭിക്കാൻ കഴിയും. അതുപോലെ ബിർളയെ ക്ഷണിച്ചു കൊണ്ടുവന്ന അനുഭവങ്ങൾ ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അപ്പം അത്തരം മാറ്റങ്ങളുടെ തുടർച്ചയാണ് ഇന്നത്തെ കാലത്തിൻ്റെ സവിശേഷത കൂടി വിലയിരുത്തിക്കൊണ്ട് ഈ സമ്മേളനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ കേരളം നിലനിൽക്കുന്ന ഇന്ത്യയിലെ സാഹചര്യങ്ങൾക്കകത്ത് ഒരു ബദലാണ്. അതിപ്പോൾ പൊതുവെ എനിക്ക് തോന്നുന്നു ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇപ്പോൾ അവരുടെ എല്ലാം അഭിപ്രായങ്ങളിൽ പോലും കേരള മാതൃക എടുത്തു പറയപ്പെടും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നമുക്ക് ബദൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ നിലനിൽക്കുന്ന രാജ്യത്തെ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ഒരു ബദലല്ല. ഈ സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് പരിമിതമായ സാഹചര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ബദൽ എന്താണ്? ഓൾട്ടർനേറ്റീവ് വിത്ത് ദ ലിമിറ്റേഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ആ ബദലാണ് ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതൊരു ബദൽ ഇന്ത്യയുടെ മുൻപിൽ ഉയർത്തി കാണിക്കുന്നതിനും ഒപ്പം തന്നെ ആ സർക്കാരിനെതിരെ കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പാർട്ടി കോൺഗ്രസിൻ്റെ ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വരും. ആ ചർച്ച അങ്ങനെ രൂപപ്പെടുമ്പോൾ ഇപ്പോൾ പാർട്ടി സമ്മേളനം, സംസ്ഥാന സമ്മേളനം പറയുന്നത് കേരളത്തിൽ ഈ വന്നിട്ടുള്ള ഇടപെടലുകളുടെ, ഇടതുപക്ഷ ഇടപെടലിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വളരെ ശക്തമായ ഒരു ഇടത്തരം സമൂഹം രൂപപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലയിലേക്കുള്ള നടപടികളിലേക്ക് പോകുന്നതിന് ഊന്നലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നയരേഖ, അതുപോലെ മൂലധന നിക്ഷേപം ശക്തമായി കേരളത്തിലേക്ക് കൊണ്ടുവരിക. പക്ഷേ രാജ്യമാകെ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അത്ര വഴക്കവും ബോധ്യം വരുന്നതോ അല്ലെങ്കിൽ അവർക്കത്ര പരിചിതവുമായ ഒരു രീതിയാണോ, ഒരു പ്രശ്നമാണോ കേരളം അവതരിപ്പിക്കുന്നത്? അതുകൊണ്ട് തന്നെ ആ ചർച്ച, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാര്യം. അല്ല, അതിപ്പോൾ കുറേ കൂടി പരിചയമുള്ളതാണ്. കാരണം 57 ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ മാതൃകകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, പാർട്ടി പരിപാടിയിൽ പോലും സംസ്ഥാന തലത്തിൽ ഗവൺമെൻറ് രൂപീകരിക്കാം എന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. അത് തന്നെ പിന്നീട് വരുന്നത് 59 നയപ്രഖ്യാപനത്തിനകത്ത് പോലും ആ പരാമർശങ്ങളല്ലാതെ പിന്നെ 64 പാർട്ടി പരിപാടിയിലാണ് പരിപാടിയെ അടിസ്ഥാനപ്പെടുത്തി കാഴ്ചപ്പാട് വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിനു മുൻപ് തന്നെ കേരളത്തിൽ ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന പദ്ധതികൾ വന്നു. തൊട്ട് മുൻപത്തെ വർഷം 56 പാർട്ടി സമ്മേളനം ഒരു വികസന കാഴ്ചപ്പാട് അംഗീകരിച്ചു. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ പാർട്ടി പരിപാടിയിൽ തന്നെ ഗവൺമെൻറ് രൂപീകരിക്കാം. 64 പറഞ്ഞിരുന്നത് താൽക്കാലിക ആശ്വാസം നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ 2000 പാർട്ടി പരിപാടി കാലോചിതമാക്കിയപ്പോൾ ഈ പരിമിതിക്കകത്തും എന്നുള്ള ബദൽ നയങ്ങൾ ആവിഷ്കരിക്കാം എന്നതിലേക്ക് എത്തുകയുണ്ടായി. ഇതുകൂടാതെ വ്യത്യസ്ത പാർട്ടി കോൺഗ്രസുകൾ അതേവരെയുള്ള അനുഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള രേഖകൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബംഗാളിലെയും കേരളത്തിലെയും ത്രിപുരയിലെയും ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനം എങ്ങനെയാണ്, എന്താണ് ലെഫ്റ്റ് ഓൾട്ടർനേറ്റീവ്, ഇത് കോയമ്പത്തൂർ കോൺഗ്രസ്, ഹൈദരാബാദ് കോൺഗ്രസ്, ഇതെല്ലാം തന്നെ അംഗീകരിച്ച വിശദമായ പ്രമേയങ്ങളുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും സർക്കാർ പ്രവർത്തിക്കുന്നത്. നമ്മൾ പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു. അപ്പോൾ അതിനകത്ത് എങ്ങനെ അത്തരം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാം. EMS തന്നെ പറഞ്ഞു, കേരള മാതൃക ലോകം അംഗീകരിക്കപ്പെടുന്നതാണ്. വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വലിയ പുരോഗതിയുണ്ട്. പക്ഷെ ഇത് നിലനിർത്താൻ കഴിയാത്തൊരു ദൗർബല്യം ആ മാതൃകയ്ക്കുണ്ട്. അത് കാർഷിക വ്യവസായ മേഖലയിൽ ഉൽപ്പാദന വളർച്ചയില്ലാത്തതാണ്. അത് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ നേട്ടവും നിലനിർത്താൻ കഴിയില്ല. നമ്മളിപ്പോൾ ഊന്നൽ നൽകുന്നത് ആ നിലയ്ക്കുള്ള കേരള മോഡലിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോയി ഉൽപ്പാദന മേഖലയിൽ കുറെ കൂടി ശക്തമായ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്ത്, അതാണ് പാർട്ടി കോൺഗ്രസിലേക്കും കൂടി കേരളം ഈ ചർച്ചയിലടക്കം മുന്നോട്ട് വെക്കുന്ന കേരളത്തിൻ്റെതായിട്ടുള്ളൊരു സാഹചര്യം. തീർച്ചയായിട്ടും നമ്മൾ മറ്റൊന്നും ഉപേക്ഷിച്ചുകൊണ്ടല്ല, കേരള വികസന മാതൃക ശക്തിപ്പെടുത്തുകയും ഒപ്പം തന്നെ നമ്മുടെ ഈ പരിമിതി ദൗർബല്യം മറികടക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യും. നിയമസഭയിൽ ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ ഞങ്ങൾ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞത് അംഗീകരിച്ചിരുന്നെങ്കിൽ ഇപ്പം ധനമന്ത്രി പറയുകയുണ്ടായല്ലോ എത്ര പണമാണ് വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുന്നത്, അതും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതാണ് അടിസ്ഥാന കാഴ്ചപ്പാട്. അവർ കാഴ്ചപ്പാടിലെ വ്യത്യാസം. അതെ, അവരുടെ അടിസ്ഥാന കാഴ്ചപ്പാട് കൈയൊഴിയാനാണ്.
സ്വകാര്യ മേഖലയെല്ലാം ഏൽപ്പിക്കാനാണ്. നമ്മുടെ കാഴ്ചപ്പാട് പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസത്തിലാണെങ്കിൽ പൊതു ഇടപെടൽ, അതിന് നിലവാരം ഉയർത്തുക, ലോകോത്തരമാക്കി മാറ്റുക, പ്രാധാന്യമുള്ള സെൻറ്ററുകൾ, പുതിയ കോഴ്സുകൾ ഇതെല്ലാം ആരംഭിച്ച് അവനെ ശക്തിപ്പെടുത്തുക. ഒപ്പം മറുവശത്ത് സ്വകാര്യ സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തുക. അതായത് പൊതു ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തി കോമ്പറ്റിറ്റീവായിട്ട് സ്വകാര്യ മേഖലയുമായി ഇടപെടാൻ എൻഗേജ് ചെയ്യാൻ കഴിയും വിധം നമ്മുടെ വിദ്യാഭ്യാസത്തെ കാണുക എന്നുള്ളത്. അതാണ് മൗലികമായ വ്യത്യാസം അവരുടെ കാഴ്ചപ്പാടും. അത് പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വളരെ കൃത്യമാണ്. അവരിത് കൈയൊഴിയാനും പൂർണ്ണമായും സ്വകാര്യ മേഖല, അതാണ് സ്വകാര്യവൽക്കരണം. ഈ സ്വകാര്യ മേഖല സ്വകാര്യവൽക്കരണം രണ്ടും വ്യത്യസ്തമാണ്. സ്വകാര്യ മൂലധനത്തെ നമ്മൾ നേരത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഇപ്പോഴും ഉപയോഗപ്പെടുത്തും. ഒരു മേഖലയിലെ നയങ്ങളെ സ്വകാര്യ മൂലധനം തീരുമാനിക്കുന്നതാണ് സ്വകാര്യവൽക്കരണം എന്നുള്ളത്. എന്തെല്ലാം കാര്യങ്ങൾ അത് സ്വകാര്യ മൂലധന താല്പര്യങ്ങൾക്ക് വിധേയമാവുകയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വിദ്യാഭ്യാസം ആണെങ്കിലും ഇപ്പോൾ റിപ്പോർട്ടുകൾ കാണാൻ കേരളം ഇപ്പോൾ എൻറോൾമെൻറ്റ് റേഷ്യയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളൊന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളാണ് ആദ്യമായി 4 ഇയർ കോഴ്സ് ആരംഭിക്കുന്നത്, പുതിയ സെൻറ്റർ ഓഫ് എക്സലൻസ് തുടങ്ങുന്നു. ഒപ്പം സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ നമുക്കിപ്പോൾ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി നമ്മുടെ അനുമതിയില്ലാതെ തന്നെ വരാവുന്ന സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറം സ്വകാര്യ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുക, ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് സർക്കാർ.